ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ SSLC +1 +2 കുട്ടികൾക്ക് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നു, ചേച്ചി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ ഇടാം. കാരണം ഞാൻ എക്സാം കഴിഞ്ഞിട്ടും എക്സാമിന് തലേ ദിവസം ഈ വീഡിയോ ഇട്ട് യാതൊരു കാര്യമില്ല. അപ്പം കുറച്ച് നേരത്തെ ഈ വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒട്ടും താമസിക്കേണ്ട, പെട്ടെന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ, ഒട്ടും ലാഗ് അടുപ്പിക്കാതെ, ഒട്ടും കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 3/4% ആശ്വാസവും കിട്ടും, ഒരു കോൺഫിഡൻസും കിട്ടും, ഒരു എനർജി മോട്ടിവേഷനും ഒക്കെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട, നമുക്ക് ഇന്ന് എക്സാം സെറ്റാക്കാം. അപ്പോൾ നമ്മൾ മാർച്ച് മാസത്തിൽ ടൈം ടേബിൾ വന്നിരിക്കുന്നു. നമുക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട്, എത്ര ദിവസം പഠിക്കാനുണ്ട്, എത്ര സ്റ്റഡി ലീവ് ഉണ്ട്, എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ മെയിൻ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ എക്സാമിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്, സ്റ്റഡി ലീവായിട്ട് കുറച്ച് ഡേയ്സ് കിട്ടുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് ഉഴപ്പി കാണും, ഒരുപാട് പഠിക്കാതിരുന്നിട്ടുണ്ട്, ഒരുപാട് കളിച്ച് കിടന്നിട്ടുണ്ട്. പുതിയൊരു ക്ലാസ്സിൽ വന്നതിൻ്റെ തുടക്കത്തിൽ ആവേശം ഒരു പകുതി ആയപ്പോഴത്തേക്കും കെട്ടണഞ്ഞിട്ടുണ്ട്. വാട്ടെവറിറ്റീസ്, ഇതൊന്നും യാതൊരു പ്രശ്നമില്ല, നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം. ഈ ഒരു 10-20 ദിവസം പോട്ടെ, ഈ ഒരു കറക്റ്റ് ഒരു മാസം, ഒരു 30 ദിവസം നിങ്ങൾ സിൻസിയറായിട്ട് ഒരു പേടിയും കൂടാതെ, ഒരു മടിയും കാണിക്കാതെ, ഒരു ഉഴപ്പും കാണിക്കാതെ പഠിക്കുകയാണെങ്കിൽ ഗൈസ്, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് 90% എബോവ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന കാര്യമാണ്, സമയമില്ല, ഒരുപാട് പഠിക്കാണ്ട്, ഞങ്ങൾക്ക് ഇത്ര സമയമുള്ളൂ, 10 ദിവസമുള്ളൂ, 15 ദിവസമുള്ളൂ, 30 ദിവസമുള്ളൂ, ഒരുപാട് പഠിക്കാണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാണ്ട്. അതിനെന്താ, നിങ്ങൾക്ക് 15 ദിവസമില്ല, നിങ്ങൾക്ക് 30 ദിവസമില്ല. നിങ്ങൾ ഈ 30 ദിവസം അതിൻ്റേതായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം എക്സ്ട്രാ കിട്ടും. നിങ്ങളൊരു 10-15 ദിവസത്തിനുള്ളിൽ പഠിച്ച് തീർക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എക്സ്ട്രാ 5 ദിവസം നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റും, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സമയമുണ്ട്, എല്ലാത്തിനും നിങ്ങൾക്ക് സമയമുണ്ട്. ഈ പരീക്ഷ ടൈം ടേബിൾ ഇടുന്ന ആൾക്കാരും പരീക്ഷയ്ക്ക് പോർഷൻ തരുന്ന ആൾക്കാർക്ക് മണ്ടന്മാരല്ല. അവർക്കറിയാം നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണമെന്നും എങ്ങനെ ഗ്യാപ്പ് വേണമെന്നും. ഒരു കുട്ടിക്കിനെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനം മാത്രമേ ആ ഒരു ഇയറിൽ നിങ്ങൾക്ക് തരത്തുള്ളൂ, ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ തരത്തുള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. സോ നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ്, ഒരു പ്രശ്നമില്ല, നമുക്ക് എല്ലാം സെറ്റാക്കാം. അപ്പോൾ നമ്മളെ മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. നമ്മളെ SSLC ആയാലും +1 +2 ആയാലും ഗൈസ്, നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും പഠിക്കാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 6 മണിക്കൂറെങ്കിലും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റൂ. ഈ 6 മണിക്കൂർ എഫക്റ്റീവായിട്ട് പഠിക്കുന്നതിൽ ഒരു 3 മണിക്കൂറൊക്കെ നിങ്ങൾ തലയിൽ കയറത്തുള്ളൂ. എക്സാം സമയത്ത് തലയിൽ കയറിയിരിക്കുന്ന ഈ 3 മണിക്കൂറായിരിക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾ ഒരു 2 മണിക്കൂർ ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് പഠിക്കുന്ന കാര്യം മാത്രമേ നിങ്ങൾ തലയിൽ കയറും. ഇരിക്കണം, എങ്ങനെ ബ്രേക്ക് എടുക്കണം, എത്ര 10 മണിക്കൂറൊക്കെ എങ്ങനെ എഫക്റ്റീവായി ബോറടിക്കാതെ പഠിക്കാമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കയറി കണ്ടാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ചാപ്റ്റർ തീർക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണ് ഇനി പറയാൻ പോകണം. ഇനി ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണരുത്. ഈ 2x ഇട്ട് കാണുന്നവരടുത്താണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത്ര സ്പീഡിലൊന്നും ഇട്ട് കാണരുത്. ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്ത് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ എഴുതി വെച്ച് കറക്റ്റ് ഫോമിൽ ഈ വീഡിയോ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ സബ്ജക്റ്റ് എടുക്കുക, ആ സബ്ജക്റ്റിൻ്റെ അകത്തുള്ള നിങ്ങളെ കംപ്ലീറ്റ് ചാപ്റ്റർ എഴുതി വെക്കുക. ഈ ചാപ്റ്റർ എഴുതി വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കളർ തിയറി. 3 കളറിലുള്ള പേന എടുക്കുക. 3 കളറിലെ പേനയ്ക്ക് 3 അർത്ഥമാണുള്ളത്. അതായത് ഒന്നാമത്തെ പേനയുടെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും പാടുള്ള വിഷയം, ഏറ്റവും എളുപ്പമുള്ള വിഷയം, പിന്നെ മീഡിയം, നിങ്ങൾക്ക് കുറച്ചറിയാം കുറച്ചറിഞ്ഞൂടാ. ഈ ഒരു 3 രീതിയിൽ ഇത് അടയാളപ്പെടുത്തി വെക്കുക. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ പിന്നെ പഠിക്കാം, ഏറ്റവും പാടുള്ള ചാപ്റ്റർ ആദ്യം എടുത്ത ശേഷം അതിൻ്റെ അകത്തുള്ള ടോപ്പിക്കുകൾ എഴുതി വെക്കുക. ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെയിറ്റേജ് നോക്കിയിട്ട് ചാപ്റ്റർ വൈസ് തിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ ചെന്നിട്ട് ക്ലാസ് 10 ചാപ്റ്റർ വൈസ് വെയിറ്റേജ് 2026, അതായത് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഈ ടോപ്പിക്ക് വേണം നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലാതെ ചവർ കണക്ക് എല്ലാം കിടന്ന് പഠിക്കരുത്. ആദ്യമേ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഇതിലോട്ട് വരാവൂ. അതിനാണ് പറഞ്ഞത്, ഒരു ബുക്കും പേപ്പറും സ്റ്റിക്കി നോട്ട് എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി വെക്കുക. ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, ഏതൊക്കെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏതിൽ നിന്നാണ് എന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്ത് വെക്കാൻ പറഞ്ഞത്. ഇനി ഞാൻ ബോറടിക്കാത്ത രീതിയിലൊരു കാര്യം പറയാം. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത്തേക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഫോണിൽ ചെന്ന് കളിക്കാതെ ആ സ്ഥലത്ത് നിന്ന് മാറി നിന്നിട്ട് ഒരു ബുക്കും പേപ്പറും കൊണ്ടോ എവിടെയോ കിച്ചണിലോ ഗാർഡനിലോ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് നിങ്ങൾ സമാധാനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക. പഠിക്കുന്ന സമയത്ത് ടൈം ടേബിൾ ഉണ്ടാക്കി എടുക്കരുത്. ഫ്രീ ടൈമിലോ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ മാത്രമേ ദയവ് ചെയ്ത് ഈ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാവും. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സമാധാനവും കിട്ടും, നമ്മളെന്തോ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, ഒരു റിലീഫും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പഠിക്കണമെന്നുള്ള ആവേശം കയറി പഠിക്കുന്ന സമയത്ത് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാൻ പോകും. ദയവ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാതിരിക്കുക, വേറെ ഒന്നിനു വേണ്ടി ചിന്തിക്കരുത്. പഠിക്കുന്ന സമയത്ത് മാത്രം പഠിക്കാൻ വേണ്ടി മാത്രം അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം, നിങ്ങൾ റീൽസും ഷോർട്സൊക്കെ കാണാൻ എടുക്കുന്ന സമയമില്ലേ, ഈ സമയത്ത് നിങ്ങൾ ടൈം ടേബിൾ മേക്ക് ചെയ്യുക. നോക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കുക മാത്രമേ ചെയ്യാവൂ. സപ്പോസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നോട്ടൊന്നും എഴുതി എടുത്തിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ നോട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഒന്നീ കൂട്ടുകാരിൽ നിന്ന് നോട്ടുള്ളവരുടെ നോട്ട് വാങ്ങാം. അതുമില്ലെങ്കിൽ HSS ലൈവ് അല്ലെങ്കിൽ A+ ബ്ലോഗർ ഇങ്ങനെയുള്ള
ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് എന്ത് നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും നോട്ട്സ് കിട്ടും. ദയവ് ഇത് നോട്ട്സ് ഇല്ലെന്നൊന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് മാധ്യമങ്ങളിലൂടെ ഒരുപാട് മീഡിയത്തിലൂടെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അപ്പോൾ നോട്ട്സ് ഇല്ലാന്ന് പറഞ്ഞ് ഇരിക്കരുത്. നോട്ട്സ് ഒന്നും എഴുതിയെടുക്കാനും ദയവ് ഇത് നിൽക്കരുത്. ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ 2 രീതിയിലുള്ള കുട്ടികളുണ്ട്. അതായത് എ എന്ന് പറയുന്ന ഒരു കുട്ടിയും ബി എന്ന് പറയുന്ന കുട്ടിയും. എ എന്ന് പറയുന്ന കുട്ടി എങ്ങനെയായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്ന കുട്ടിയായിരിക്കും. കറക്റ്റ് ടൈം ടേബിളൊക്കെ വെച്ച് കറക്റ്റ് 8 മണിക്കൂർ പഠിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, റിവൈസ് ചെയ്യുന്നു, റിവിഷൻ നടത്തുന്നു, PYQ ചെയ്യുന്നു, ഇങ്ങനെ വരുന്ന കുട്ടിയായിരിക്കും എ. ബി എന്ന് പറയുന്ന കുട്ടി എന്താണ്, എക്സാം സമയത്ത് മാത്രം ബുക്ക് തുറക്കുന്നു, ആ സമയത്ത് മാത്രം ടെൻഷൻ അടിക്കുന്നു, തലേ ദിവസം ഫീഡ് ചെയ്ത് കയറ്റുന്നു, ഇങ്ങനെയുള്ള കുട്ടികളും ബി ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞാൽ എ എന്ന് പറയുന്ന കുട്ടി ഓക്കെയാണ്. ആ കുട്ടി എന്ത് ചെയ്യുക, പരീക്ഷയുടെ തലേ ദിവസം ആ കുട്ടിക്ക് റെസ്റ്റ് എടുക്കാം. ഇനി ഈ ബി എന്ന് പറയുന്ന കുട്ടി ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ ചാപ്റ്റർ കവർ ചെയ്യണം, കൂടുതൽ പോർഷൻ കവർ ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ട് വർക്കിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് സെറ്റാക്കി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിച്ച് സെറ്റായി വെക്കുമ്പോഴത്തേക്കുള്ള ഉപയോഗം എന്ന് പറയുന്നത് അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 40 to 45%, ഒരു 50% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതവിടെ സെറ്റായി വെക്കുന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് PYQ ചെയ്യാനും മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. ഡോൺ വറി, PYQ മോഡൽ ക്വസ്റ്റ്യൻസും കിട്ടുന്ന ഒരുപാട് സൈറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നത്, മോഡൽ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് കണ്ടാൽ വെറുതെ ഫോണിൽ കളിക്കുന്ന സമയത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുന്ന നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് പാടാണെന്ന് ചോദിച്ചോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ സാധനം നമുക്ക് നല്ല പാടാണ്, നമുക്ക് യൂട്യൂബ് ചാനലിൽ റെഫർ ചെയ്യാം. ആ സാധനങ്ങൾ ആ ടോപ്പിക് അടിച്ചു കൊടുത്താൽ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നമുക്കത് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പാടുള്ള ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നതും ഇമ്പോർട്ടൻസ് ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് ടോപ്പിക്ക് നോട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലുള്ള ഒരു 3/4 സാധനങ്ങൾ അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചോ. ഡോൺ വറി, നിങ്ങൾക്ക് ചാനൽ വഴി റെഫർ ചെയ്യാം, യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യാം, നോട്ട് വഴി റെഫർ ചെയ്യാം, നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക, നിങ്ങളെ കംഫോർട്ടിനനുസരിച്ച് അത് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ഉത്തരം. പിന്നെ നമ്മൾ ChatGPT അടുത്ത് ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആ ടോപ്പിക്ക് ഫോട്ടോയോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ChatGPT ജെമിനി അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മാത്രമേ തരുള്ളൂ. അതിനുശേഷം നമ്മൾ ആൻസർ ചെയ്തതിന് ശേഷം ആൻസർ ചോദിക്കുകയാണെങ്കിൽ ChatGPT ജെമിനി ഇതിൻ്റെ ആൻസറും തരും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മളിങ്ങനെ ആൻസർ പറഞ്ഞു നോക്കും. ഒരിക്കലും ചെയ്ത് ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കാവൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ പറഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ ആൻസർ പോയി നോക്കുക, അത് ചെയ്യരുത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് നിങ്ങൾ തന്നെ തിരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടൂ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ നിൽക്കത്തില്ല. നിങ്ങളൊരു തെറ്റ് ചെയ്യുക, ദെൻ ആ തെറ്റ് നിങ്ങൾ തിരുത്തുക. പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്, വേറെ കാര്യമൊന്നുമല്ല. പരീക്ഷയ്ക്ക് ചെയ്യുന്ന തെറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം +1 +2 കുട്ടികൾക്ക് വേണ്ടിയാണ്. അതായത് നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ടല്ലേ, 6 സബ്ജക്റ്റിൽ 3 സബ്ജക്റ്റ് നമുക്ക് പാടായിരിക്കും, 3 സബ്ജക്റ്റ് നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. ഈ 3 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയോ മലയാളമോ ആയിരിക്കും. ബാക്കി സബ്ജക്റ്റ് കുട്ടികളെ വെച്ചിട്ടാണ്. ബാക്കി ഒരു സബ്ജക്റ്റ് ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും, ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കും, ചിലർക്ക് ബയോളജി ആയിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കും. +1 ചിലർക്ക് മാത്സ് ആയിരിക്കും ചില കുട്ടികൾക്ക് എളുപ്പം. അപ്പോൾ പലർക്കും പല രീതിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും പഠിക്കാത്ത കുട്ടികളുണ്ട്. ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോഴത്തേക്കും ചില സബ്ജക്റ്റിലൊന്ന് കാല് വഴുതി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് കളയാതെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഉപയോഗം എന്ന് പറയുന്നത്, ഇവിടെ കുറഞ്ഞാലും ഇംഗ്ലീഷോ സെക്കൻഡ് ലാംഗ്വേജോ അത് കൂട്ടി നിർത്തും എന്നും പറഞ്ഞ് ഫുൾ ടൈം ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും പഠിക്കണമെന്നല്ല. ദയവ് ചെയ്ത് അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത് ഇങ്ങനെ പാടുള്ള സബ്ജക്റ്റിനാണെങ്കിലും ദയവ് ചെയ്ത് മലയാളം സെക്കൻഡ് ലാംഗ്വേജും ഹിന്ദിയും മലയാളമൊക്കെ ഒരുവിധം എല്ലാവരും വാങ്ങും. പക്ഷേ ഇംഗ്ലീഷ് പാടായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് പല രീതിയിൽ സ്വഭാവം വെച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങൾ സ്കൂളിൽ പെർഫോം ചെയ്ത കണക്കായിരിക്കരുത്. ദയവ് ചെയ്ത് പബ്ലിക് എക്സാമിന് പോകുമ്പോഴത്തേക്കും സബ്ജക്റ്റുകൾ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജൊക്കെ പെർഫോം ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം. കാരണം നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച് പോകരുത്. ചിലപ്പോഴത്തേക്കും നിങ്ങൾ പേപ്പർ നോക്കണം, ചിലപ്പോൾ നല്ല ടീച്ചറായിരിക്കും, ചിലപ്പോൾ മാർക്കൊക്കെ ഇട്ട് തരുന്ന ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ എങ്ങനെയായിരിക്കും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഗ്രാമറൊക്കെ നോക്കുന്ന ടീച്ചേഴ്സും ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. പിന്നെ ഇംഗ്ലീഷിലൊക്കെ ഗ്രാമർ പോർഷൻ ആദ്യം ചെയ്യാളെന്ന് പറയുന്നത് മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്രിസിയേഷൻ എന്തൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൽ അപ്രിസിയേഷൻ, ഇപ്പോൾ 10ലെ കുട്ടികളായാലും +1 +2 കുട്ടികളായാലും അപ്രിസിയേഷൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു 70% കുട്ടികൾ എഴുതി വെക്കുന്നത് സമ്മറി ആയിരിക്കും. ടീം ചോദിച്ചാൽ ഒരു കഥ എഴുതി വെക്കും. കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ ഒരു 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടി 2 പേജിൽ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 1 മാർക്കിൻ്റെ ആൻസർ അതിൻ്റെ അതില്ലായിരുന്നു. അതേ കണക്കൊന്നും തള്ളി വെക്കരുത്. ടീം ചോദിച്ചാൽ ടീം തന്നെ എഴുതുക. എന്താണ് ടീം, എന്താണ് മെസ്സേജ്, എന്താണ് അപ്രിസിയേഷൻ, എന്താണ് സമ്മറി എന്നതിൻ്റെയൊക്കെ ഒരു ബേസിക് അർത്ഥം അറിഞ്ഞിട്ടേ പോകും. ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ട്. ഇതുവരെയായിട്ടും സിമിലി, മെറ്റഫർ, അസോണൻസ്, അൾട്രേഷൻ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുട്ടികളും ഉണ്ട് ഇപ്പോഴും. അപ്പം ഇതിനൊക്കെ കൂടി പോയി ഒരു 5 മിനിറ്റ് എടുക്കും. നിങ്ങൾ ഈ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. ഈ അൾട്രേഷനും അസോണൻസൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടി പോയി ഒരു 5-10 മിനിറ്റ് എടുക്കും. ഈ 5-10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും. അതായത് നിങ്ങളൊരു അപ്രിസിയേഷൻ എഴുതാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പേപ്പർ നോക്കുന്ന ടീച്ചറിന് നിങ്ങൾക്കൊരു ടീച്ചറിന് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും ആ പേപ്പറിൽ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് വീണുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ എന്ത് ചോദിച്ചാലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ക്വസ്റ്റ്യൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷിലായാലും സെക്കൻഡ് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ട ആ ക്വസ്റ്റ്യനിൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും
ചാപ്റ്ററിൻ്റെ പേര് കണ്ട ആ ചാപ്റ്ററിൻ്റെ സമ്മറി മാത്രം എഴുതി വയ്ക്കും. ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരിക്കത്തില്ല നിങ്ങൾ എഴുതി വെക്കുന്നത്. അങ്ങനെയൊന്നും എഴുതി വെക്കരുത്. എന്താണോ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അത് മാത്രം എഴുതി വെക്കുക. ഒരു തള്ളുന്നതിനൊക്കെ അതിൻ്റേതായ ലിമിറ്റുണ്ട്. തള്ളേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, തള്ളി വെക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അത് നിങ്ങൾ തള്ളുന്നു എന്ന് വായിക്കുന്ന ടീച്ചറിന് മനസ്സിലാവാത്ത രീതിയിൽ വേണം നിങ്ങൾ തള്ളി വെക്കാൻ വേണ്ടിയിട്ട്. അതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടും. ഈ സ്റ്റഡി ലീവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ട്. ചില സബ്ജക്റ്റിന് 2 ദിവസത്തെ ഗ്യാപ്പ് കാണും, ചില സബ്ജക്റ്റിന് 3 ദിവസത്തെ ഗ്യാപ്പ് കാണും, ചില സബ്ജക്റ്റിന് 1 ദിവസത്തെ ഗ്യാപ്പേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചില സബ്ജക്റ്റിൽ 5-6 ദിവസത്തെ ഗ്യാപ്പ് കാണും. ഈ 5-6 ദിവസം ഗ്യാപ്പ് കിട്ടുന്ന ചാപ്റ്റർ നമുക്ക് പിന്നെ പഠിക്കാം. നിങ്ങൾക്ക് 1 ദിവസം ഗ്യാപ്പ് കിട്ടുന്ന ചാപ്റ്റർ ഇല്ലേ, അത് നിങ്ങൾ ഈ സ്റ്റഡി ലീവ് സമയത്ത് ആദ്യം അത് തീർക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഗ്യാപ്പ് കുറഞ്ഞ സാധനങ്ങൾ ആദ്യം പഠിച്ച് തീർക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ പാടുള്ള സബ്ജക്റ്റൊക്കെ ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ ആയിരിക്കും ഗ്യാപ്പ്. ഇത് പലർക്കും പലതായിരിക്കും. ചില കുട്ടികൾക്ക് അത് പാടായിരിക്കും, ചില കുട്ടികൾക്ക് അറിയാം. ഈ സ്റ്റഡി ലീവ് കിട്ടുന്ന സമയത്ത്, മാക്സിമം സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ച് തീർക്കാൻ നോക്കുക. അപ്പോൾ ഗ്യാപ്പ് ഇപ്പോൾ 5-6 ദിവസം ഗ്യാപ്പ് കിട്ടത്തില്ല. ആ സമയം ഈ 5-6 ദിവസത്തിൽ തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ തീർക്കാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റഡി ലീവ് കിട്ടുന്ന സമയത്തും ഈ 5-6 ദിവസം ഗ്യാപ്പുള്ള ആ ഒരു സബ്ജക്റ്റ് പോയി പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഈ 1 ദിവസം മാത്രം ഗ്യാപ്പുള്ള എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ഞാൻ പറഞ്ഞത് ഹാർഡ് വർക്ക് ചെയ്യരുത്, സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റൊക്കെ ഒരുപാട് 8-9 മണിക്കൂറൊക്കെ എടുത്ത് പഠിച്ച് 7 ദിവസമൊക്കെ പഠിച്ചിട്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റ് ചിലപ്പോൾ 1 ദിവസത്തെ ഗ്യാപ്പിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ദയവ് ഇത് അങ്ങനെ ചെയ്ത് വെക്കരുത്. ഇപ്പോൾ നിങ്ങൾ പറയാൻ വിട്ടോ, മാക്സിമം ഒരു 5 വർഷത്തെ ഒരു PYQ എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. കുഴപ്പമില്ല, 5 വർഷത്തെ മാക്സിമം 5 വർഷത്തെ ഒരു PYQ എങ്കിലും ചെയ്യാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പോയി കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് 10 ചാപ്റ്റർ 8 ചാപ്റ്ററും പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചവരായിരിക്കും. നിങ്ങൾക്ക് 2 ചാപ്റ്റർ മാത്രമേ പഠിക്കാൻ നിന്നുള്ളൂ. ദയവ് ചെയ്ത് അവരെ വിളിച്ച് നീ അത് പഠിച്ചാ, നീ ക്വസ്റ്റ്യൻ നോക്കിയാൽ എനിക്ക് അറിഞ്ഞൂടാ, അതറിഞ്ഞൂടാ. ചില കുട്ടികളുണ്ട്, അത് തോറ്റാലും പ്രശ്നമല്ല, എനിക്ക് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമല്ല, ജസ്റ്റ് പാസ്സായാൽ മതി, ആ രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് എന്തായിരിക്കും, നല്ല മാർക്ക് വാങ്ങണം, നന്നായിട്ട് സ്കോർ ചെയ്യണം, നല്ല രീതിക്ക് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളും കാണും. അപ്പോൾ ഇവരെ വെച്ചൊന്നും നിങ്ങൾ കമ്പയർ ചെയ്ത് നിൽക്കരുത്. അപ്പോൾ പല കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും 50 മൈൻഡായിരിക്കും, 50 സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരീക്ഷ സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സിനെ വിളിക്കരുതെന്നല്ല പറയുന്നത്. കമ്പൈൻ സ്റ്റഡിയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ആ രീതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് ആ രീതി നിൽക്കുന്ന കുട്ടികളോട് മാത്രമേ നിങ്ങൾ ഈ എക്സാം ടൈമിൽ സംസാരിക്കാനും ഇടപഴകാനും നിൽക്കാവൂ. നിങ്ങൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നത്. പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും കമ്പയർ ചെയ്ത് പഠിക്കാൻ നിൽക്കരുത്. അവളത് പഠിച്ചു, ഞാനിത് പഠിച്ചില്ല, ഞാനിത് പഠിച്ചു, മറ്റുള്ളത് പഠിച്ചില്ല, ടെൻഷനായി ലീവ് ചെയ്ത് മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ചില കുട്ടികളുണ്ട്, അവർ പഠിക്കാനുള്ള സമയത്ത് മറ്റുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പോകും. ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പോകണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾ എന്ത് പറയാം, എടാ അല്ലെങ്കിൽ എടി, ഞാൻ ഇന്ന സാധനം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഞാൻ പഠിച്ച് തീർന്നിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നിനക്ക് വന്ന് ഇത് ക്ലിയർ ചെയ്ത് തരാം എന്ന് പറയാം. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന സാധനം വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാവത്തില്ല, വീണ്ടും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പഠിക്കാനുള്ള സമയം നിങ്ങൾ കൊണ്ട് കളയും. ദയവ് ഇത് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ പഠിച്ച് തീർത്ത് സെറ്റാക്കി റിവിഷൻ്റെ ടൈമിലാണ് ഈ കുട്ടി വിളിച്ച് ഡൗട്ട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഹെൽപ്പ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. നിങ്ങളുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് തീർത്തതിന് ശേഷം നിങ്ങൾ ആ കുട്ടിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പോയി എക്സാം എഴുതിയിട്ട് വന്നാൽ മതി. ആരും പേടിക്കേണ്ട, ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന സാധനം മാത്രം നന്നായി പോയി പഠിച്ച് നല്ല രീതിയിൽ എക്സാമൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ട് നല്ല മാർക്കോടുകൂടി വരണം. നിങ്ങൾക്ക് നന്നായിട്ട് ഈ വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്നും എല്ലാം കമൻറ്റിലൂടെ പറയണം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിച്ചു, ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ഇട്ട വീഡിയോസൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് +1 +2 10 ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോഴത്തേക്ക് അടുത്ത ദിവസം കാണുന്നതായിരിക്കും. ബൈ.